പിന്നെ ഇപ്പം അപ്പ വേറെ ഒരെണ്ണം സംഘടിപ്പിക്കാനുള്ള മേടിക്കാനുള്ള പരിപാടിയിലാണ് ആസൂത്രണം. അപ്പയോടൊത്ത് എന്റെ ഒരു ദിവസം അപ്പനും മകളെയും കൂടെ പുറത്തു പോകുന്നു. ചില സ്ഥലത്ത് പോണെന്ന് പറഞ്ഞപ്പോ അപ്പ എന്നോട് പറഞ്ഞു വരണ്ടാന്ന്. ഇനിയിപ്പൊ ആൾക്കാർ തെറ്റിദ്ധരിക്കൂട്ടോ എന്നാന്നത് ഏത് സ്ഥലമാന്നൊക്കെ പറ. അമ്മയുടെ ഈ ഉള്ളി സാലഡ് കാണുമ്പോ പലരും ചോദിക്കണ്ട് ഇത് എങ്ങനെയാ അമ്മ ഉണ്ടാക്കണേന്ന്. അവരത് നല്ല രീതിയിൽ അത് എടുക്കൂന്ന് ഞങ്ങൾക്ക് അറിയാം. ചവിട്ടിക്കൊല്ലാന്ന് തോന്നുന്നു. എന്റെ കൊന്നെ ചൂടും കൊണ്ട് ഞാൻ മേടിച്ച സാധനം കാണാനും ഒരാളിവിടെ വന്നായിരുന്നു അന്ന് വൈകിട്ട്. പക്ഷെ വില അപ്പൊ അധികം അറിഞ്ഞിട്ടില്ല. ഇത്ര രൂപയുടെ സാധനങ്ങളാണോ നീയൊക്കെ മേടിച്ചത്? ഇത് ആർക്കും ഇല്ലാത്ത സാധനം കേട്ടോ. ആർക്കും ഇല്ല ഇത്, ചപ്പാത്തിക്കാർക്കൊന്നും ഇല്ല. വാവ്, നീ ഒരു രുചി ഇപ്പൊ വെള്ളം വീഴുവാ നാവി. അങ്ങനെ എല്ലാം എല്ലാവർക്കും വേണ്ട, മനസ്സിലാക്കിയിരിക്കാനാ. അമ്മ കൊറേ കാര്യങ്ങള് 9 മണിയായപ്പോഴാ മനസ്സിലാക്കാൻ പോണെന്ന് പറയുന്നത്. അതെന്നാന്ന് ഞാനങ്ങ് പറയാം. അപ്പയുടെ ലാപ്ടോപ്പിന് ചെറിയ കംപ്ലൈന്റ്. ലാപ്ടോപ്പ് നെറ്റ് ബുക്ക് അല്ലേ, അതിന് കംപ്ലൈന്റ് കൊടുത്ത് റിപ്പയർ ചെയ്തൊക്കെ ശരിയാക്കിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് സ്റ്റക്ക് ആവണം. അപ്പോൾ ഇവള് പറഞ്ഞു പഴയ സിസ്റ്റമായി, കുറേ നാളായില്ലേ അത് മേടിച്ചിട്ട്, 10 കൊല്ലത്തോളം ആയില്ലേ അതൊക്കെ. അപ്പം ഞാൻ ഇവളോട് നെറ്റ് ബുക്ക്, നോട്ട് ബുക്ക്, ലാപ്ടോപ്പ് ഇതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് സംശയങ്ങൾ മനസ്സിലാക്കി വെച്ചതാ. ടാബ്ലറ്റ് വേറൊന്നുണ്ട്, ഫാബ്ലറ്റ് അതേതാ, ഫോണും ടാബ്ലറ്റും കൂടെ ചേർന്ന്. അതിന്റെ ട്രെൻഡ് അധികം ഇല്ല ഇപ്പൊ, പണ്ടുണ്ടായിരുന്നു അത്. അപ്പൊ വിസ്തൃതമായ പടം കാണുന്നത് ടാബ്ലറ്റ്. അതിനെ ചിരിപ്പിക്കില്ലേ. അപ്പൊ ഉപയോഗിക്കണം നെറ്റ് ബുക്ക്, പിന്നെ നോട്ട് ബുക്ക്, പിന്നെ ലാപ്പ്. ഏറ്റവും കൂടിയവൻ ലാപ്പ്. ഏറ്റവും കൂടിയവൻ ഇപ്പൊ നിലവില് കൂടിയവൻ ആപ്പിൾ. കൂടിയവൻ അത് എപ്പോഴും അങ്ങനെയാണ്. ആണോ? അതിപ്പോ കസ്റ്റഡിയിൽ മകൾക്ക് ഒരെണ്ണം ഫോണും ലാപ്പും. പിന്നെ ഇപ്പൊ അപ്പ വേറെ ഒരെണ്ണം മേടിക്കാനുള്ള പരിപാടിയിലാണ് ആസൂത്രണം. അപ്പൊ മകള് പറയുവാണ് അപ്പയുടെ ലിസിയാനിയുടെ സിബിച്ചാച്ചനോട് അതിനെപ്പറ്റി ചോദിക്കാൻ. അപ്പൊ സിബി ഇതിന്റെ ഉസ്താദാണ്, അപ്പൊ പറഞ്ഞു തരും ഏതാ മേടിക്കേണ്ടതെന്നുള്ള അപ്പയുടെ ആവശ്യത്തിനനുസരിച്ചുള്ളതെന്നൊക്കെ പറയണം കേട്ടോ. അപ്പൊ ഞാൻ ഇവളോട് ചോദിച്ച ടാബ്ലറ്റ് എന്താ അടി, നെറ്റ് ബുക്ക് എന്നാ അടി, നോട്ട് ബുക്ക് എന്നാ അടി എന്നൊക്കെ ഒന്ന് ചോദിച്ചു കേട്ടോ. പണിയൊന്നും അറിയില്ല അതില്, പഠിക്കാം, മനസ്സിലാക്കി വെക്കാനാ. പക്ഷെ ഭാവിക്കണതെല്ലാം അറിയാമ. ചുമ്മാ പറയണ കേട്ടോ. അങ്ങനെയുള്ള ഭാവം നമുക്കില്ലാന്ന് നിങ്ങൾക്ക് അറിയാം. അത് അവർക്കറിയാം. നമ്മുടെ സ്ഥിരം കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും അറിയാം നമ്മളെ പറ്റി. നമ്മളെ പറ്റി അധികം പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പൊ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത്താഴം മോഡേൺ ബ്രെഡിന്റെ ചപ്പാത്തി വാങ്ങിച്ചതാ. എന്തുകൊണ്ടാ നമ്മള് വാങ്ങിക്കാൻ തീരുമാനിച്ചതെന്നൊന്ന് പറഞ്ഞുതരാം. ഇന്ന് 5 വീഡിയോ എടുത്തേക്കണം, 5 എണ്ണം. ഒരെണ്ണം ഞാനില്ലാത്ത വീഡിയോയാ. അപ്പയോടൊത്ത് എന്റെ ഒരു ദിവസം. അപ്പനും മകളെയും കൂടെ പുറത്തു പോകുന്നു, പല ഷോപ്പിങ്ങുകൾ. പക്ഷെ ചില സ്ഥലത്ത് പോണെന്ന് പറഞ്ഞപ്പോ അപ്പ എന്നോട് പറഞ്ഞു വരണ്ടാന്ന്. ഇനിയിപ്പൊ ആൾക്കാര് തെറ്റിദ്ധരിക്കൂട്ടോ എന്നാന്നത് ഏത് സ്ഥലമാന്നൊക്കെ പറ. അത് മോറിലും മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിലും പോവാനായിട്ട് തുടങ്ങി. ഇപ്പൊ ഇവര് രണ്ടുപേരും, ഞാൻ വിശദമായിട്ട് പറയാട്ടോ നിങ്ങളോട്. ഇവര് രണ്ടുപേരും കൂടെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോ അപ്പ തന്നെയാ കുറെ തേങ്ങ ഉണ്ടായിരുന്നു. അതൊക്കെ പൊതിച്ച് നമ്മുടെ ഹോൾസെയിൽ ഷോപ്പിൽ കൊടുക്കാൻ, രഞ്ജിയുടെ കടയിൽ പഴം മേടിക്കുന്ന അവിടെ ഹോൾസെയിൽ ഷോപ്പാട്ടോ, അവിടെ കൊടുക്കാൻ പോയപ്പോ ഇവള് പറഞ്ഞു രഞ്ജിച്ചേണ്ട കടയുടെ ഇതൊക്കെ എടുക്കാൻ ഞാനും പോരുവാന്ന് പറഞ്ഞപ്പോ പോരേന്ന് പറഞ്ഞ. ഇപ്പൊ കാരണമായിരുന്നു പോയത്. നല്ല മഴയുടെ നല്ല കോളുണ്ട്. ആദ്യം പോനോടിന്നൊക്കെ ചോദിച്ചു. പോനോന്ന് പറഞ്ഞു ഇവിടെ ചാടിക്കയറി നേറ്റീവ് വേഷത്തിൽ പോയി. അത് കഴിഞ്ഞ് അവിടെ കുറച്ച് താമസം ഉണ്ടായിരുന്നു. വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോ കാണാൻ കേട്ടോ. അവിടുത്തെ പോയിക്കണ മുറിയൊക്കെ പുള്ളി കാണിച്ചു കൊടുത്തു. ഒക്കെ അങ്ങനെ എടുത്തു. 3 തലമുറ മുമ്പ് തുടങ്ങിയേക്കണ ഷോപ്പാണ് അവരുടെ. ഇപ്പൊ രഞ്ജിയാണ് നടത്തുന്നത്. അന്നേരം പോന വഴി ഇവളോട് പറഞ്ഞു നീ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കൂടെ പോരണ്ട, ഞാൻ സ്കൂട്ടറിനാ പോനെ. വേഗം പോയി മോറിന്ന് മല്ലിയില ഗില്ലിയില അമ്മയ്ക്ക് കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ട്. പാല്, ബ്രെഡ്, കാഷ്യൂ, കിസ്മിസ്, അതൊക്കെ ഞാൻ വിട്ടടിച്ച് പോരും. നീ പോരണ്ടാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഇനിയിപ്പൊ നീ ചില സ്ഥലങ്ങളിൽ അപ്പൊ പോരണ്ടാന്ന് പറഞ്ഞെന്ന് പറയുമ്പോ ആൾക്കാർ ഓർക്കും എന്താ. അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടോ ഇങ്ങനെ. അത് മഴ വന്നായിരുന്നു, അപ്പക്ക് വേഗം പോയി വരാനാ. ഞാനും വന്നു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ നിൽക്കൂലോ, അപ്പൊ നേരം കുറെ പോകും. അതല്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോ ആ സമയത്ത് എപ്പോഴും മുറിന്റെ അങ്ങോട്ട് പോയാൽ ഭയങ്കര തിരക്കാണ്. രഞ്ജിയുടെ എവിടെയും തിരക്കുണ്ടപ്പോ ഗ്യാപ്പ് നോക്കി അവിടെ പോയത്. അപ്പൊ ആ കടയിൽ പോയത്. അപ്പൊ ഇവള് ചാടിക്കറി പോയ കാര്യം പറഞ്ഞ് ചിരിച്ചതാ. അപ്പൊ അതൊക്കെ അവിടെ നിക്കട്ടെ. ഇന്ന് 5 അപ്പം 4 എണ്ണം എന്നെ കൊണ്ടുള്ള
വീഡിയോ പരിപാടിയായിരുന്നു. ഒരെണ്ണം ഇവർ രണ്ടുപേരും കൂടെ പുറത്തു പോയിട്ടുള്ള വീഡിയോ. അപ്പൊ 4 ചെയ്തപ്പോഴത്തേക്കും 3 ആയപ്പോഴത്തേക്കും ഇതായി. അപ്പൊ ഞാനോ ഇന്ന് അപ്ലോഡും കൂടെ ചെയ്തു. അയ്യോ എന്റെ പൊന്നെ, ഭയങ്കര ടാസ്ക് ആയി പോയി. കിട്ടണില്ല. 5G ഇവിടെ കിട്ടണില്ല, ഇവിടെ 4G മാത്രമേ കിട്ടുന്നുള്ളൂ. ആകെ പുലിവാലായിരുന്നു. 2 കയ്യില് 2 ഫോണും മടിയിൽ വേറൊരു ഫോണും വെച്ച് കാറിലിരുന്നാ ഞാൻ എഡിറ്റ് ചെയ്തതും ഷൂട്ട് ചെയ്തതും അപ്ലോഡ് ചെയ്തതും സേവ് ചെയ്തതും എല്ലാം. ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് സ്പേസ് മൊത്തം തീർന്നു. ഇത്രയും വീഡിയോ ഒരുമിച്ച് ചെയ്തപ്പോഴേ സ്പേസ് മൊത്തം തീർന്നു. ഞങ്ങള് സാറ്റർഡേ 3 വീതം ഒരു ദിവസം ചെയ്യാറ്. സാറ്റർഡേ 3, സൺഡേ 3. അങ്ങനെയാണ് സാധാരണ ചെയ്യണ പതിവ്. ഇന്ന് പക്ഷെ 5 ആയി. ചില ദിവസങ്ങളിൽ നമ്മൾ 5-6 ഒക്കെ ചെയ്ത ദിവസങ്ങളുണ്ട്. അത് ഈസ്റ്ററിന് പറ്റിയില്ല, സെറമൻറ്റ് മരിച്ചതുകൊണ്ട്. അതിനോടൊക്കെ സംബന്ധിച്ച് പലരും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് വൈകുന്നേരം അപ്പം മോറിൽ പോയപ്പോൾ, വൈകുന്നേരം അല്ല ഉച്ച കഴിഞ്ഞ് പോയപ്പോൾ ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ട് വന്നത്. വാങ്ങിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം കറിയുടെ കൂടെ വൈകിട്ട് കഴിക്കാൻ ഞാൻ മീൽസാട്ടോ കഴിക്കണേ. ചപ്പാത്തി ഇപ്പം അങ്ങനെ കഴിക്കാറില്ല. കഴിച്ചാൽ എനിക്ക് അത്ര നല്ല സുഖമില്ല. അതുകൊണ്ട് ഞാൻ ഗോതമ്പൈറ്റം വളരെ കുറവാട്ടോ കഴിക്കണേ. അപ്പം അത് കാരണമാണ് ചപ്പാത്തി വാങ്ങിച്ചത്. വീഡിയോസിൻ്റെ ഒരു വീഡിയോയൊക്കെ ഒരു ദിവസം എടുക്കണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പ്രശ്നങ്ങളില്ല അല്ലേ. ഇത് എന്തൊരു ടാസ്ക് ആണെന്ന് ചെയ്തത്. അതിന്റെ ഇടയ്ക്ക് നീ വീഡിയോ റിലീസാക്കി. ഇന്ന് 3:30 വീഡിയോ വന്നപ്പോ അല്ലേ. ഏറ്റവും വലിയ പ്രശ്നം വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ മെമ്മറി തീർന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോ 20 GB വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് നമുക്ക് അടുത്ത വീഡിയോ എഡിറ്റിംഗ് ഒക്കെ വന്നു. അപ്പോൾ അത് ഭയങ്കര വലിയ ടാസ്ക് ആയി പോയി. പിന്നെ എൻ്റെ ഡിവൈസുകളെല്ലാം ഫുള്ളായി, OTGകളെല്ലാം തീർന്നു. പിന്നെ ഞാൻ ഡയറക്റ്റ് എയർ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പൊ ഇന്ന് അവിടെ പുറത്ത് പോയില്ലേ നമ്മൾ ഷൂട്ട് ചെയ്യാൻ, അതിന്റെ ഇടയ്ക്ക് ഫോണിലെ സ്പേസ് തീർന്നിരിക്കുകയായിരുന്നു. എന്നിട്ട് OTG ഒക്കെ കണക്ട് ചെയ്ത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തോണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. പിന്നെ എന്നാ മൺഡേ ടു ഫ്രൈഡേ പകലിതൊന്നും ചെയ്യാൻ പറ്റൂല. നൈറ്റിൽ ഉറപ്പിക്കണ പരിപാടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വർക്ക് ചെയ്യാൻ പോണതുകൊണ്ട് ശനിയും ഞായറും ഇങ്ങനത്തെ പരിപാടി, അതിൻ്റെ ഇടയ്ക്ക് ഓരോ പരിപാടികളും. ബാക്കി ദിവസം വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എല്ലാം സൺഡേ പരിപാടി അല്ല നൈറ്റിൽ പരിപാടി ചെയ്യുവാട്ടോ. ഇരുന്ന എഡിറ്റിംഗ് വന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ വർക്കുകൾ ചെയ്താണ് നിങ്ങൾ ഉച്ച കഴിയുമ്പോൾ എല്ലാ ദിവസവും വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തണം കേട്ടോ. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇന്ന് പുറത്തു പോയപ്പോ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂന്ന് ഞാൻ ഓർത്തതല്ല. വേരിയേഷൻ ആയിരുന്നല്ലേ. അല്ല, അത് അപ്ലോഡിങ്. ഞാൻ പറഞ്ഞത് ഷൂട്ട് ചെയ്യണ കാര്യം. ഷൂട്ടിങ് വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂന്ന് വിചാരിച്ചില്ല. OTG വരെ തീർന്നു പോയി. 20 GB ഒറ്റയടിക്ക് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റിയപ്പോഴേ അത് ഫുള്ള് തീർന്നു. ഇപ്പൊ ഇത് നമ്മൾ പറയുമ്പോ ഇതിനെപ്പറ്റി ശരിക്ക് എന്റെ ഭാഷ പറഞ്ഞ ആധികാരികമായിട്ട് അറിയാവുന്നവരത് നല്ല രീതിയിൽ അത് എടുക്കൂന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഇതിന്റെ പ്രശ്നങ്ങൾ അറിയാവുന്നവർ ഒത്തിരി പേര് ഈ വീഡിയോസ് ചെയ്യണവർക്കൊക്കെ ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊന്ന് ഷെയർ ചെയ്തതാട്ടോ. അപ്പൊ അതേ നമ്മള് ഉണ്ടാക്കി വെച്ച കറി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. എന്ത് കറിയാന്ന് പറ? പനീർ മസാല ഫ്രൈ. ഇതിന്റെ റെസിപ്പി വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് സമയമില്ലാത്ത ദിവസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇന്ന് സമയമില്ലാത്തൊരു ദിവസം ആയതുകൊണ്ട് അമ്മ ഒരു ചേഞ്ചിന് ഇന്ന് വൈകിട്ട് ചോറ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാ. പനീർ പിന്നെ എപ്പോഴും എന്റെ കസ്റ്റഡിയിൽ ഉണ്ടാവും. ഇവിടെ വൈകിട്ട് പനീർ പരിപാടി കഴിക്കാനുണ്ട്. കാരണം എനിക്ക് ഇഷ്ടമാണ് ഉണ്ടാക്കണം. ഈ ഗ്രീൻ പീസും പനീറും ഗ്രീൻ പീസും ഒക്കെ ചേർത്തിട്ടുള്ള ഇതുണ്ടാക്കണം എനിക്കും ഇഷ്ടം. ബ്രെഡിൻ്റെ കൂടെ കഴിക്കുന്ന പരിപാടി. അപ്പൊ നാളെ 1-2 വീഡിയോ ചിലപ്പോൾ രസകരമായിട്ട് എടുക്കാൻ പറ്റുമായിരിക്കും. ചേട്ടന്മാര് നാളെ അപ്പൊ എടുക്കാൻ പറ്റുമെന്ന് നിങ്ങളുടെ മുമ്പിൽ അത് വരും കേട്ടോ. ഓക്കെ. അമ്മയുടെ ഈ ഉള്ളി സാലഡ് കാണുമ്പോൾ പലരും ചോദിക്കണ്ട് ഇത് എങ്ങനെയാ അമ്മ ഉണ്ടാക്കണേന്ന്. ഇത് ഉണ്ടാക്കാൻ ഒരു ഡിഫിക്കൽട്ടിയും ഇല്ല കേട്ടോ. സ്ലൈസറില സവോള അരിയുക, ക്യാരറ്റ് അരിയുക. അത് അവനവന് ഇഷ്ടംപോലെ സ്ലൈസർ അല്ലേ, ചോപ്പറില്ല കേട്ടോ, സ്ലൈസറില. നമ്മള് കാ വറക്കാനും എടുക്കണില്ല, അതിൽ അരിയുക. എന്നിട്ട് എന്നാ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള ആദ്യം അരിഞ്ഞ് ഇച്ചിരി ഉപ്പ് പുരട്ടി വെക്കണം. പിന്നെ ക്യാരറ്റ് വേറെ അരിഞ്ഞ് വെക്കുക. ടൊമാറ്റോ കഴിക്കാൻ നേരത്തെ അരിഞ്ഞാൽ മതി, കാരണം വെള്ളം വിട്ടു പോകും. എന്നിട്ട് സവോള ഇല്ലേ ഒരു 10-15 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോ ആ ഉപ്പ് പുരട്ടി വെച്ചേക്കണോണ്ട് അത് നല്ല സോഫ്റ്റ് ആവും. എന്നിട്ട് അതങ്ങ് പിഴിയുക. പിഴിഞ്ഞ് വെച്ച് ആ നീര് കളയുക. എന്താന്ന് വെച്ചാൽ ഒരു അതിന് ഞാൻ പറയണ ഒരു ശൂരെന്നാ പറയണ എന്റെ ഭാഷ. അതായത് ഒരു കുത്തല് വരൂല, എല്ലാവർക്കും അറിയാം. സവോളയുടെ ആ എരിവും അങ്ങനെയുള്ള ആ കുത്തല് അത് പോയി കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച് അതിനാവശ്യമുള്ള പിന്നെ ടൊമാറ്റോയും ക്യാരറ്റും വേറെ എന്തെങ്കിലും ഇടണ്ടെങ്കിൽ അതൊക്കെ സാലഡ് വെള്ളിരി ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക.
സ്വല്പം നാരങ്ങാനീര് പിഴിയുക. ടൊമാറ്റോ ചേർത്താലും ഇച്ചിരി നാരങ്ങാനീര് പിഴിയണം. പിന്നെ ഉപ്പും ആവശ്യത്തിന് ഇടുക. അത്രേ ഉള്ളൂ, ഒന്നുമില്ല. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റ്. അപ്പയ്ക്ക് വലിയ ഇഷ്ടമാണ്. എല്ലാത്തിന്റെ കൂടെ ഇത് പോകും. അതെ, പനീർ കറി, പനീർ മസാല ഫ്രൈ, ഗ്രീൻ പീസ് പനീർ മസാല ഫ്രൈ. നീ അപ്പയ്ക്ക് പച്ചമുളക് വെച്ചിട്ടുണ്ട്. മഴ പെയ്ത് തണുത്ത് കിടക്കും, ആവി പറക്കണ ചൂടോടെ കഴിക്കാൻ. നല്ല ചൂടുണ്ട്, അതേ പറക്കണം കേട്ടോ. നല്ല ചൂടാ അല്ലേ? അടിപൊളിയാ. ഇനി അപ്പയോട് വെറുതെ അഭിപ്രായം ചോദിക്കാം. കൊടുത്തേച്ച് ഇങ്ങനെയുണ്ടെന്ന്. അപ്പയ്ക്ക് കൊടുക്കാം. നല്ലായിട്ട് ചൂട് പറക്കണ്ട്. ഈ തണുത്ത് കിടക്കുമ്പോ ചൂട് പറക്കണതെല്ലാം വലിയ ഒരു നിർവൃതിയാ. പക്ഷെ ചൂടത്തോ ചവിട്ടിക്കൊല്ലാൻ തോന്നും. എന്റെ പൊന്നെ, ചൂടും കൊണ്ട് ഞാൻ വിഷമിച്ച് ചൂടുകുരും എല്ലാമായിട്ട് പോയി. ഇപ്പൊ അതെ മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഒന്ന് പെയ്യാനേ പറഞ്ഞുള്ളൂ, കൊല്ലണ പെയ്ത്ത. ഇപ്പൊ ഒന്ന് തോർന്നു നിൽക്കുക. നാളെ 100% മഴ പ്രഡിക്ഷൻ ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഞായറാഴ്ച ദിവസം 23-ാം തീയതി സൺഡേ. ഒരു പ്രത്യേകതയുള്ള കറിയാട്ടോ. അതെ, ഒരു പ്രത്യേക കറിയാണ്. എങ്ങനെയുണ്ട്? ചപ്പാത്തിയുടെ കൂടെ ഇച്ചിരി നോൺ വെജിറ്റേറിയൻ ആണോ? ചപ്പാത്തി പക്ഷെ വളരെ നല്ലതാണ്. മോഡേൺ ബ്രെഡിന്റെ നല്ല ലെയർ ചപ്പാത്തിയാണ്. പക്ഷെ കുഴപ്പമില്ല, ഒരു ചേഞ്ച് എന്നുള്ള നിലയിലും കഴിക്കാൻ നല്ലതാണ്. സാലഡും നല്ലതാണ്. സാലഡ് അപ്പയ്ക്ക് പണ്ടോട്ടെ അമ്മയുടെ വലിയ ഇഷ്ടമാണല്ലോ. കുഴപ്പമില്ല. ഇത് പനീറാണോ? പനീർ ഗ്രീൻ പീസ് മസാല ഫ്രൈ, ചിക്കൻ ഇല്ലാത്ത ചിക്കൻ മസാല എന്ന് പറയാം. ചപ്പാത്തിയുടെ കൂടെ എപ്പോഴും നോൺ വെജിറ്റേറിയൻ ആണ്. എസ്പെഷ്യലി എനിക്കിഷ്ടം ഈ ഫിഷ് കറിയാ, തേങ്ങ അരച്ച കൊഴുത്ത ഫിഷ് കറി. അതൊരു നല്ല കോമ്പിനേഷനാണ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലതാണ്. ഓക്കെ, അമ്മയ്ക്കുള്ള ചോറ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ്. എനിക്ക് ഗോതമ്പൈറ്റ് ഇപ്പം ഞാൻ അധികം ഉപയോഗിക്കാറില്ല, പ്രത്യേകിച്ച് വൈകിട്ട് ഒട്ടും ഉപയോഗിക്കാറില്ല. അപ്പം ഇവർ ചപ്പാത്തിയോ പെറോട്ടയോ ഒക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ കാണാറുണ്ട്, പകലാണെങ്കിൽ ഒരു ചപ്പാത്തി ഒരു പെറോട്ടയൊക്കെ കഴിക്കും, രാത്രിയിൽ ഒട്ടും കഴിക്കാറില്ല. അത് കഴിച്ചു കഴിഞ്ഞ് എനിക്ക് വയറിന് ബുദ്ധിമുട്ടാണ് രാത്രി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ചോറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, എനിക്ക് കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ചോറ് എടുക്കണ കാണിക്കാം കേട്ടോ. മാറ്റി വെക്കട്ടെ കേട്ടോ ഓരോ സംഗതികൾ, സ്ഥലം പരിമിതി. ചപ്പാത്തി അതിനകത്ത് ഇഷ്ടം പോലെ സംഭവം ഉണ്ടാക്കി അത് ഒഴിച്ചു വെക്കട്ടെ, അതൊന്ന് പൊക്കി കാണിച്ചതേ. ഇങ്ങനെ നിരന്നിരിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ മാറ്റി. ഇത് നമ്മുടെ കോഫി ഐസ് സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണാണ് കേട്ടോ. അപ്പൊ ഇനി അത് അതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും, എന്നിട്ട് കഴിക്കാം. ആദ്യം വിചാരിച്ചു പുഡിങ് ഉണ്ടാക്കാന്ന്, പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അധികം കുറുകിയില്ല. എന്നാ പിന്നെ കോൺഫ്ലോർ ഒക്കെ ഇട്ടായിരുന്നു, പക്ഷെ അധികം ഇട്ടില്ല. എന്നാ പിന്നെ അത് ഐസ് ആക്കാന്ന് ഓർത്തു. അതുകൊണ്ട് തണുത്തല്ലോ അല്ലെ. പിന്നെ ഒന്ന് ഇളക്കണോ സ്പൂൺ കൊണ്ട് കോരിയിടാൻ വേണമെങ്കിൽ പിന്നെ അതിൽ ഇളക്കാം. നല്ല രുചിയായിരിക്കും. ബ്രൂ ഐസ് സ്റ്റിക്ക് ആണ് കേട്ടോ. മഴയത്ത് ഐസ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് പെനി ഐസിലൊക്കെ പോയി കഴിക്കും. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം ടെൻഡർ കോക്കനട്ടാ. ഓരോന്നിലേക്ക് ഒഴിക്കാം.
ഇച്ചിരി കുറച്ച് നിർത്താം കേട്ടോ. പോരെ? അങ്ങനെയെങ്കിൽ അങ്ങനെ നാളെ ആകുമ്പോഴേക്കും സെറ്റായിരിക്കും. എനിക്ക് ഈ ബ്രൂവിൻ്റെ അതായത് കോഫി ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നീ ചെറുപ്പം പോലെ നിനക്ക് ഇത് കൃത്യമായിരുന്നല്ലോ. സാരമില്ല. ഇച്ചിരി കുറവുള്ളടുത്ത് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ തീർക്കാലോ വേണമെങ്കിൽ. അങ്ങനത്തെ തരില്ല. ഇതങ്ങ് കുടിച്ചോ വന്നിട്ട്. നമുക്ക് ഇഷ്ടമുള്ള സംഗതിയല്ല, അപ്പം പിന്നെ കുഴപ്പമില്ല കുടിക്കുന്നതിന്. എത്ര വെച്ചാലും അതിലേക്ക് വീഴും. അമ്മയ്ക്ക് ഒരു തുള്ളി പോലും വീഴുന്നത് ഇഷ്ടമല്ല. ഈ അടുക്കള ഭക്ഷണം കൈകാര്യം ചെയ്യുന്നിടത്ത് എപ്പോഴും വൃത്തിയായിരിക്കണം. ചുമ്മാ അഴിച്ചു വാരിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇരട്ടെ വെച്ചാ പോരെ? മതി. ഈ സാധനം ഏതായാലും അടിപൊളിയാണ്. അടിപൊളിയാ. മറ്റത് ഞാൻ എന്തെല്ലാം കോംപ്ലിക്കേഷനിലായിരുന്നു പണി പറ്റിക്കണത്. അതെ. 4 അല്ല 3 ഇരിപ്പുണ്ട് അതിന്റെ. 3 പോയി. പ്രാണി പറക്കണം. കൊടുക്കാണോ പ്രാണിയാണോ അല്ലേ? അപ്പുറത്തെ വീട്ടിൽ നിന്ന് ജോബിച്ചേട്ടന്റെ പട്ടിയാ കുറയ്ക്കണം. ജോബിയുടെ. അതെ അതെ, നമ്മുടെ നെയ്ബേഴ്സിന്റെ ആണ് കേട്ടോ. നിങ്ങൾ ചോദിക്കാറില്ലേ നെയ്ബേഴ്സ് ഇല്ലേ ഇല്ലേ എന്ന്? ഞാൻ ചിലപ്പോ മറ്റേ ജോൺ ചേട്ടന്റെയും കുറയ്ക്കാറുണ്ട്. ജോബിയുടെയാണ് എനിക്ക് തോന്നണത്. നിറയെ പട്ടികളാ നിറയെ പട്ടികളാ ഇവിടെ അടുത്തുള്ള. പിന്നെ ആൽബിയുടെ അടുത്ത് 3 വീട്ടിലും ഞങ്ങളുടെ തൊട്ട പരിസരത്തുള്ള 3 വീട്ടിൽ പട്ടിയുണ്ട്. ആൽബിയുടെ വീട്ടിലെ വെച്ചു. ആൽബിയുടെ വീട്ടില്, ജോണിന്റെ വീട്ടില്, ജോബിയുടെ വീട്ടിൽ. ഞാൻ മൂടി വെച്ചേക്കാം, നീ കഴിച്ചോട്ടോ. കഴിച്ചോ? വേണ്ട, എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് രാത്രി സമയം. പിന്നല്ല. അപ്പൊ നമ്മൾ ഇന്നലെ ഷോപ്പിംഗ് നടത്തിയതിന്റെ ബില്ല. ആ ഷോപ്പിന്റെ പേര് അഞ്ജലി. ആ പാത്രം കടായിയൊക്കെ മേടിച്ചത്. അവിടെ നമ്മൾ കൊടുത്തത് 840. കുറെ സാധനങ്ങൾ എടുത്തില്ലേ, കേബിൾ മാറ്റ് അങ്ങനെയുള്ളതൊക്കെ. പിന്നെ നമ്മള് സെന്റ് ഫ്രാൻസിസിൽ 60. അപ്പോഴെ പേന 60. പിന്നെ ഫാബൻ ഹോ അതെ, അവിടെ 370. ഞങ്ങളൊരു വലിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. അതിന്റെ വിശേഷങ്ങളാണ് ഈ പറയണേ. അപ്പൊ ബില്ല് അപ്പയ്ക്ക് കൊടുക്കാനായിട്ട് അമ്മ കാത്തിരിക്കുക. കുറച്ച് കഴിയുമ്പോ അപ്പ ചോദിക്കും ഇത്രയും സാധനങ്ങളാണോ മേടിച്ചത്. ഞങ്ങൾ നടത്തിയ ആ വലിയ ഷോപ്പിങ്ങിന്റെ വീഡിയോ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം. അത് മാത്രല്ല, അതിനു മുമ്പ് വേറൊരു അടിപൊളി വീഡിയോ വരാനുണ്ട്. നല്ല അടിപൊളിയാ. അതെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇതൊക്കെ ഉണ്ട്. അതെ 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 അതെ, നല്ല യാത്രയായിരുന്നു, നല്ല ലീവായിരുന്നു. അതെ, ഞങ്ങളുടെ കൂടെ വേറൊരാളുണ്ടായിരുന്നു. അതൊക്കെ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് വഴിയേ കാണാം. ഓ, അതിന്റെ വോയിസ് ഓവർ കൊടുക്കാനുണ്ട് കേട്ടോ, കൊടുത്തിട്ടില്ല. ബാക്കിയൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുവാ. കയ്യിലേക്ക് കൊടുക്കണില്ലേ? അപ്പ ഓരോന്നും എടുത്തേ അമ്മേനെ നോക്കണ്ടേ എന്താക്കി മേടിച്ചതെന്ന് അറിയാനാ. പക്ഷെ വില അപ്പ അധികം അറിഞ്ഞിട്ടില്ല ആ സമയത്ത്. ഇപ്പൊ ഇനി അപ്പ പറഞ്ഞോ? പക്ഷെ ഇപ്പൊ ഇനി അപ്പ കണ്ടോന്ന് ഞെട്ടും. ഇത്ര രൂപയുടെ സാധനങ്ങളാണോ നീയൊക്കെ മേടിച്ചത്? വ്യാഴാഴ്ച വ്യാഴം 20 എല്ലാം എഴുതിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്ക് ചോറെടുക്കാറായല്ലേ? എനിക്ക് ഇച്ചിരി മതി കേട്ടോ. ചോറിന്റെ കൂടി ആയതുകൊണ്ട് ആവി വറക്കണ ചോറ് കണ്ടോ. ഞാനൊരു വേറെ പണി ചെയ്യുക ചോറില്. അപ്പൊ കാണിച്ചു തരാം എന്നാ. നെയ്യ് അങ്ങ് ഒഴിച്ചോ? നെയ്യൊന്നുമല്ല, നെയ്യ് ഞാൻ പോരട്ടെ. നെയ്യ് ഇപ്പൊ വേണ്ട. ഇത്ര എടുക്കണല്ലോ, ഇച്ചിരി കൂടി എടുത്തോ. എനിക്ക് വേണ്ടെന്നേ, എനിക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ എടുക്കും. ഇത് ആർക്കും ഇല്ലാത്ത സാധനം കേട്ടോ. ആർക്കും ഇല്ല ഇത്, ചപ്പാത്തിക്കാർക്കൊന്നും ഇല്ല. ഞാൻ ഓർത്തു ഈ സാധനം വേണ്ട രീതിയിൽ കഴിച്ചില്ലല്ലോ എന്ന്. കഴിക്കാൻ പോലും ഒന്നും നേരെയില്ലായിരുന്നു. അതാ ചെയ്യണ പണി. ഇത്തിരി സാലഡ് അത് മതി. ചട്ടി തൂത്തുവാരി എടുത്തതാട്ടോ. വേണ്ട, അതുകൊണ്ടാ ചട്ടി തൂത്തുവാരി. ചട്ടി ഒന്ന് കാണിച്ചേ. കണ്ട ചട്ടിയിൽ കംപ്ലീറ്റ് അമ്മ വടിച്ചങ്ങ് എടുത്തില്ല. ചോറിട്ടിട്ട് ഒന്നുമില്ല. ഈ ചട്ടി കഴുകേണ്ട കാര്യമില്ല, ഇതുപോലെ ആക്കി. അതെ, ഓക്കെ. നല്ല മണം.
വേണോ ഇവരെല്ലാം കഴിച്ചു. അപ്പം ഞാൻ ഇച്ചിരി തരാം. ചെമ്മീത്തിൻ്റെ ഒരു കഷ്ണം. ചെമ്മീൻ അധികം ഇല്ല, തീർന്നു. ഇപ്പം നാളെ ചാള ഫ്രൈ ഉണ്ടാകും. ഉണ്ടോ? വാവ്, ഈ ഒരു രുചി ഇപ്പൊ വെള്ളം വീഴുവാ നാവി. കണ്ടോ? നാവിന്ന് വെള്ളം വീഴണ്ടാന്ന. ചൂടാ, അതാ ഭയങ്കര ചൂടാ തോന്നുന്നു. അത്രയും ചൂട് എനിക്ക് ഇഷ്ടമല്ല. അടിപൊളിയാ. കാര്യം ചൂട് ആവശ്യമാണെങ്കിലും അത്രയും ചൂട്. അതെ, ഇവിടെ അധികം ചൂടില്ല. ഇല്ലേ? ചൂട് കുറഞ്ഞു അല്ലേ? എടുക്കണം, അതുകൊണ്ടാ കിടക്കണം നേരത്തെ. എന്നാ ഞാൻ ഉണ്ണട്ടെ കേട്ടോ. ഓക്കെ. നീ കുളിച്ചേച്ച് വേഗം വാ. ആഹാ, നമ്മള് കുറച്ചേരം മുമ്പ് കണ്ടത്. ജമ്മീൻ ഓരോന്നുണ്ട്. ഇതാർക്കും ഇല്ല കേട്ടോ, വേറെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാം എല്ലാവർക്കും വേണ്ട. അപ്പം ചട്ടി ഒഴിവാക്കി നാളത്തേക്ക് കറി കേടാവുമായിരുന്നു. അതുകൊണ്ടാണ്. ചെമ്മീനല്ലേ പോരെങ്കിൽ. അതെ. ആ, ഇത് കഴിച്ചില്ലല്ലോ അമ്മ. കഴിക്കണല്ലോ. ഞാനും കഴിക്കാൻ പോവാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കുളിച്ചത് കാരണം എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുക. കണ്ടീഷണറൊക്കെ ഇട്ടിട്ടാട്ടോ കുളിച്ചത്, അത് കാരണം ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത്. അപ്പം ഇനി കഴിക്കട്ടെ. കഴിച്ചിട്ട് ഉറങ്ങാൻ പോകണം. ഉറങ്ങാൻ പോവല്ല, അതിന് മുമ്പ് കുറേ പണികളുണ്ട്. ഡാറ്റ ട്രാൻസ്ഫറൊക്കെ ചെയ്യാനുണ്ട്, പിന്നെ നാളത്തേക്കുള്ള എഡിറ്റ് ചെയ്യാനുണ്ട്. മഴയുടെ ശബ്ദം കേൾക്കാവോ? നല്ല രസമല്ലേ? ഭയങ്കര നൊസ്റ്റാൾജിയാണ് മഴ ശബ്ദം കേൾക്കണേ. അപ്പോൾ കഴിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി.